ഹലോ ഗൈസ്, മൈൻഡ് ഫാക്ട്സ് ബൈ ഷിയോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളിൽ ക്വിസ് നടക്കാറുണ്ടല്ലോ. ആ ക്വിസുകളിൽ മിക്കവാറും ചോദിക്കുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം. ബ്രിട്ടീഷ് പാർലമെന്റ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയ വർഷം ഏത്? ഉത്തരം 1858. സത്യം, അഹിംസ തുടങ്ങിയ ചിന്തകളെ സ്വാധീനിച്ച പാശ്ചാത്യ ചിന്തകർ ആരെല്ലാം? ഉത്തരം ടോൾസ്റ്റോയി, ഡേവിഡ് തോറ, ജോൺ റക്സിൻ. ഇന്ത്യയിൽ ഇംഗ്ലീഷ് ജുഡീഷ്യൽ സമ്പ്രദായം നടപ്പിലാക്കിയത് എപ്പോൾ? ഉത്തരം ഒന്നാം സ്വാതന്ത്ര്യ സമരാനന്തരം. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഝാൻസിയിലെ ഭരണാധികാരി ആരായിരുന്നു? ഉത്തരം റാണി ലക്ഷ്മിബായി. ഏത് വിളംബരത്തോടു കൂടിയാണ് ഇന്ത്യൻ ഭരണം ബ്രിട്ടീഷ് ശാസനത്തിന് ഔപചാരികമായി കൈമാറിയത്? ഉത്തരം വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. ഏതു സ്ഥാനപ്പേരിലാണ് ഇന്ത്യൻ ഭരണാധികാരം നിർവഹിക്കുന്നതിനായി നിയോഗിക്കപ്പെട്ട ബ്രിട്ടീഷ് മന്ത്രിസഭയിലെ അംഗം അറിയപ്പെട്ടിരുന്നത്? ഉത്തരം സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആർക്ക് വിധേയമായി പ്രവർത്തിക്കുവാനാണ് ബാധ്യസ്ഥമായിരുന്നത്? ഉത്തരം ബ്രിട്ടീഷ് ഗവൺമെന്റിന്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റും അദ്ദേഹത്തെ സഹായിക്കുവാനുള്ള കൗൺസിലും നിലവിൽ വന്നത് ഏതു നിയമപ്രകാരമാണ്? ഉത്തരം 1858 ബ്രിട്ടീഷ് പാർലമെന്റ് നിയമപ്രകാരം. ഇന്ത്യയിലെ ഭരണാധികാരം നിർവഹിച്ചിരുന്ന ബ്രിട്ടീഷ് രാജാവിന്റെ പ്രതിപുരുഷൻ ആരായിരുന്നു? ഉത്തരം ഗവർണർ ജനറൽ. ഗവർണർ ജനറൽ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വൈസ്രോയി. ഗവർണർ ജനറലിനെ ഭരണകാര്യങ്ങളിൽ ഉപദേശിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ട സമിതിയുടെ പേരെന്ത്? ഉത്തരം എക്സിക്യൂട്ടീവ് കൗൺസിൽ. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റിന്റെ കൗൺസിലിൽ ഇന്ത്യക്കാരനായ പ്രതിനിധികൾ ഉണ്ടായിരുന്നുവോ? ഉത്തരം ഇല്ലായിരുന്നു. ഗവർണർ ജനറലിന്റെ കൗൺസിൽ വിപുലീകരിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസാക്കിയ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഇന്ത്യൻ കൗൺസിൽ നിയമം 1861. ഇന്ത്യൻ സാമ്രാജ്യത്തെ ഭരണസ്വകാര്യത്തിനായി ബ്രിട്ടീഷ് ഭരണകൂടം ഭൂമിശാസ്ത്രപരമായി പല ഘടകങ്ങളായി വിഭജിച്ചു. ഇവ ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പ്രോവിൻസ്. പ്രോവിൻസുകളിലെ ഭരണതലവന്മാർ ഏതു പേരിൽ അറിയപ്പെടുന്നു?
ഉത്തരം ലഫ്റ്റനന്റ് ഗവർണർ, മുഖ്യ കമ്മീഷണർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.